കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സ്വപ്ന പദ്ധതിയുടെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്ന് വൈകിട്ട് നടക്കുക. ആകാശത്തോളം അഭിമാനകരമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം തുടങ്ങിയത് 2015-ലാണ്. നോക്കാം ഇന്ന് കാണുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നാൾവഴികൾ. കേരളത്തിന്റെ വികസന കുതിപ്പിലെ പുതുവിസ്മയമായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. നവകേരളത്തിന്റെ വികസന വിസ്മയമായി മാറിയ വിഴിഞ്ഞത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത്. 2026 ജനുവരി 24-ന് രണ്ടാം ഘട്ടം തുടങ്ങുമ്പോൾ ആദ്യഘട്ട നിർമ്മാണ കാലം മുതൽ പരിശോധിക്കേണ്ടതുണ്ട്. 2015 ഡിസംബർ 5-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണത്തിന്റെ തുടക്കം. തുടക്കത്തിൽ ആകെ ഉണ്ടായിരുന്ന നിക്ഷേപം 867 കോടി രൂപ മാത്രം. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പലെത്തുന്നത് 2023-ൽ. തുറമുഖത്തിന്റെ നിർമ്മാണങ്ങൾക്കാവശ്യമുള്ള 100 മീറ്റർ ഉയരമുള്ള 3 അത്യാധുനിക ക്രെയിനുകൾ വഹിച്ചുള്ള ഷെൻഹുവ 15 എന്ന ചൈനീസ് ചരക്കുകപ്പൽ വിഴിഞ്ഞത്തെത്തിയതായിരുന്നു നിർമ്മാണഘട്ടത്തിലെ ആദ്യ ചുവടുവയ്പ്. 2024 ജൂലൈ 12-ന് ആദ്യ ട്രയൽ റൺ നടത്തി. വാണിജ്യാടിസ്ഥാനത്തിൽ ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങിയത് 2024 ഡിസംബർ 3-നാണ്. 2025 ഫെബ്രുവരിയിൽ തെക്ക് കിഴക്കൻ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ 1-ാം സ്ഥാനത്ത് വിഴിഞ്ഞമെത്തി. കേരളം കണ്ട സ്വപ്ന പദ്ധതി നാൾക്കുനാൾ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നായി മാറാൻ തുടങ്ങി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത് 2025 മെയ് 2-നായിരുന്നു. അധികം വൈകാതെ തന്നെ 2025 ജൂൺ 9-ന് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന വിഴിഞ്ഞത്തെത്തി. 24,000 മീറ്റർ ഡെക്ക് ഏരിയയും 24,346 TEU കണ്ടെയ്നറുകൾ വഹിക്കാൻ കഴിയുന്നതുമായ MSC ഐറീനയ്ക്ക് 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയുമുണ്ട്. 9 മാസത്തിനുള്ളിൽ വാർഷിക ശേഷിയായ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത ചരിത്ര നേട്ടവും വിഴിഞ്ഞത്തിന് സ്വന്തമായി. വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം തുടങ്ങി വെറും 10 മാസത്തിനുള്ളിൽ 500-ാമത്തെ കപ്പലും വിഴിഞ്ഞത്തെത്തി. ഇന്ത്യയിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ MSC വെറോണ വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത് 2025 സെപ്റ്റംബർ 23-നായിരുന്നു. 17 മീറ്റർ ആയിരുന്ന ഇന്ത്യൻ തുറമുഖങ്ങളിലെ ഡ്രാഫ്റ്റ് റെക്കോർഡ് തകർത്താണ് 17.1 മീറ്റർ ഡ്രാഫ്റ്റുള്ള MSC വെറോണ വിഴിഞ്ഞത്തെത്തിയത്. കപ്പലുകൾക്ക് ഇന്ധനം നൽകുന്ന ലോകോത്തര സേവനമായ ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് സർവീസ് ആരംഭിച്ചത് 2025 ഒക്ടോബർ 19-നാണ്. 2025 നവംബർ 20-ന് വിഴിഞ്ഞം തുറമുഖത്തിന് ICP പദവിയും ലഭിച്ചു. ഒരു മാസം 1.21 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്ത് റെക്കോർഡ് നേട്ടമായി വിഴിഞ്ഞം പോർട്ട് 2025 ഡിസംബർ മാസത്തോടെ മാറി. ഒടുവിൽ ഈ സ്വപ്ന പദ്ധതിയുടെ രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. 2028ഓടുകൂടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ എല്ലാ ഘട്ടവും പൂർത്തീകരിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.